சிரித்தேன். எந்த இடம் அது கலைந்த இடம், அந்த இடத்தை மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்து கொண்டு உந்தன் காலடி தீண்டி வந்து காதலின் வாழ்க்கையின் அவஸ்தையும் உன்னை கண்டதும் கண்டு கொண்டேன். எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண்ணி பிரிந்து என் உணவளை அடி உணவளை எந்த இதயத்தை தொலைத்தேன். வாயும் எந்தன் தாயும் இது வருவமே வயசுக்கும் கொண்ட உருவமில்லா ஒரு உணவையும் உணவகி காத்திருந்தால் பார்த்திருந்தால் ஒரு வீச்சது வருஷமேகி கண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கவும் தோன்றுகிறது. இது சொர்க்கமா நரகமா உள்ளடி உள்ளபடி நான் வாழ்வதும் பிறை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. என்னவள் அடி என்னவளோ இந்த இதயத்தை தொலைத்து எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்தது உந்தன் காலடி தேடி வந்தேன். காதலன் வாழ்க்கையின் அவஸ்தையும் உன்னை கண்டதும் கண்டு கொண்டேன். எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண்ணில் பிரிந்து என்னவளை அடி என்னவளை எந்த இதயத்தை தொலைத்து விட்டேன். കഴിഞ്ഞു. എടാ ഇതാണ് ഐശ്വര്യ ഇതാട്ടോ ഐശുക്കുട്ടി. ഞാൻ പറഞ്ഞ ഐശ്വര്യ എന്റെ പെങ്ങളായിട്ട് ഒരു സാക്കിന്റെ കെട്ടിയോളായിട്ട് പോയി. അങ്ങനത്തെ തമ്മ അങ്ങോട്ട് തെറ്റിപ്പോയി. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പാട്ട് കേട്ടതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്റെ സ്പോട്ടിഫൈ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്താ എനിക്ക് വയ്യ. പറഞ്ഞു കേട്ടില്ല. എന്റെ ഐശു പ്രവി, അല്ല ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ? എവിടെ പോണ് സെഗ്മെന്റ് പോലെ കെട്ടിക്കോട്ടില്ല. ഞാൻ അവസരം പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തു. അല്ല ഐശു അപ്പൊ ഐശു അപ്പൊ എനിക്കത് മുമ്പായോ? ശരി ഞാൻ പോവാ. മക്കളെ ബൈ. അപ്പൊ ഞാൻ പോവാ. എടോ, ഞാന് ആ കെട്ടല്ല ഉദ്ദേശിച്ചത്. എനിക്കത് കേക്കരുത്. അത് എങ്ങനെ കെട്ടിയാലും അത് എനിക്ക് ഈ ബന്ധപ്പെട്ട അത് വേണമെങ്കിൽ നിങ്ങളുടെ പ്രവീൺ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലല്ല പ്രവീൺ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടായിട്ട് കാര്യമില്ല. ദേവനില്ല മതി. ദേവന് മതി. ഞാൻ പറഞ്ഞ ഇനി തെറ്റുണ്ടോ നീ പറ. ഇല്ല നന്നായിട്ട് പാടിയ അല്ല പ്രവീണായിട്ട് പാടും. നന്നായിട്ട് പാടിയുടെ ഒരു കോംപ്ലിമെന്റ് വെർച്വൽ അത്ര ഞാൻ ഉദ്ദേശിച്ചു. തീർച്ചയായിട്ടും എനിക്ക് ആരും തമാശ പറഞ്ഞ എന്റെ ആര് കാട് കയറിപ്പോയി. നിനക്ക് ഭ്രാന്തക്ക് രസം. ആര് ഞാനോ? ഞാൻ തമാശ അല്ല. ഐശുക്കുട്ടി ദേവ എന്ന് പറയുന്നതേ ജോക്കി ആർജ്. ഞാനൊരു ജോക്കർ ആയിട്ടുള്ള ഒരു ആർജയാണ്. എന്റെ പേര് അരുണാണ്. മൈ നെയിം ഇസ് നോട്ട് ദേവ. അരുണല്ലേ ദേവയാണ്. തിരിച്ചിട്ട് എടുക്കരുത്. എടുക്കാനേ പാടില്ല. എടുക്കുകയേ ചെയ്യരുത്. ഐശു സോറി ഐശ്വര്യ അല്ലല്ല സോറി പേര് മതി. ഓ എല്ലാം കൂടി ഇടിച്ചിട്ട് ഐശ്വര്യ എനിക്ക് പെങ്ങളെ ഇവൾക്ക് ഇടിവായത് തെറ്റിയത് ഞാൻ അറിയാം. ഐശ്വര്യ പെങ്ങളെന്ന് വിളിക്കുന്നത് നമ്മുടെ ഐശ്വര്യ ഗുരുവായൂര്. ഐശുക്കുട്ടി എന്ന് വിളിക്കുന്നത് തിരുവ്. ഓക്കെ മനസ്സിലായല്ലോ. ഇനി മുതൽ ഈ പേര്
ഐശുക്കുട്ടി എന്നറിയപ്പെടുന്നത് ഐശു, പെങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഐശ്വര്യ ഗുരുവായൂരായിരിക്കും, സാക്കിന്റെ പെണ്ണായിരിക്കും. അപ്പൊ ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണ്ട. എന്നോട് എന്റെ പാറൊന്നും പറഞ്ഞില്ല. പാറിപ്പോ പറയും, പാറിപ്പോ പറയും. ഒന്ന് പാടിയ അല്ലല്ല ഞാൻ പോവാ, ഞാൻ ഇവിടെ അല്ല, ഐശുക്കുട്ടി പാറിപ്പോ പറയൂ കേട്ടോ. പാറുപ്പോ പറയും, ഇഷ്ടമല്ലോ എനിക്കിഷ്ടമല്ലോ ഇഷ്ടം. മലയാളം കറക്റ്റ് അറിയില്ലേ? അറിയാവുന്ന പാട്ട് പാടിയാ മതി. എന്താ അറിയാവുന്ന പാട്ട് പാടിയാ മതി. അതല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് മലയാളം അറിയാം. പിന്നെ ആർക്ക് മലയാളം അറിയാം? ഐശുക്കുട്ടിക്കാ. ഐശ്വര്യ മലയാളം അറിയില്ലെന്ന് ചോദിച്ചു. അവക്ക് നന്നായിട്ടറിയാം. പിന്നെ അവള് മലയാളി, അവള് മലയാളി അല്ല മലങ്കാളി, ബംഗാളി മലയാളി മിക്സ്. ആണോ? ഞാൻ first time ആണ്. വേണ്ടട്ടാ വേണ്ട 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 കൊച്ചു സീരിയസ്. ശരിയാ വേണ്ടട്ടോ. അല്ല പെങ്ങളെ വേണ്ടട്ടോ. ഞാനും പോവാ, ഓക്കെയാണ്, ഞാനും പോവാ. എവിടെ പോണ് പ്രവി? നീ ഇവിടെ പ്രവി നീ ഇവിടെ നിന്ന് ഇറങ്ങിയ നിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് ചിക്കൻ സൂപ്പ് ആക്കി ഞാൻ പാർവതിക്ക് കുടിക്കാൻ പോകും. ഞാൻ ഇവിടുത്തെ ഗുണ്ടിനെ കൊണ്ടുവരും. ചെയ്യല്ലേ ഇപ്പൊ. അയ്യോ ഞാൻ കൊറേ നേരോട് പറയുവല്ലേ, നല്ല രസമായിരുന്നു സോങ്. അയ്യോ ആരോ പോയി. ആരാ പോയത്? അത് അത് കുഴപ്പമില്ല, ഒറ്റയാൻ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നിനക്കറിയോ എന്റെ വീട്ടിൽ പാട്ട് കേൾക്കാൻ വേണ്ടി സൗണ്ട് ബാർ ഉണ്ട്, മൂന്ന് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ഒരു സൗണ്ട് ബാർ ഉണ്ട്, സ്പോട്ടിഫൈ പ്രീമിയം. ആരെന്തുവാണ് ഒന്ന് കുറച്ച് പതിയെ പറയാ, ചെവി അടിച്ചു. ഞാൻ പതിയെ പറയണോ? ഓക്കെ, ഞാൻ ഇവൻ അങ്ങനെയാണ്. പാറു പറഞ്ഞല്ല, പാറു പറഞ്ഞതിന്റെ വലിയ പതിയെ ശാന്തമായി സംസാരിക്കും. ഓക്കെ പാറു അല്ലാണ്ട് അല്ല. പാറു ഈ സൗണ്ട് ഓക്കെയാണ്. പാറു ഈ സൗണ്ട് ഓക്കെ. സെറ്റ്. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ. പറയൂ. ഈ പാറു എന്ന് പറഞ്ഞത് ഈ ഡാഗിനി ഇരിക്കുന്ന ആളാണ് ഈ പാറു നിങ്ങൾ? അതെ പാർവതി എന്ന പേര്, തിരുവനന്തപുരംകാരിയാണ്. ഐശ്വര്യ എന്റെ തോളിൽ അല്ലല്ല പ്രവി സാക്കിന്റെ കഥകൾ തുടങ്ങി. ഐശ്വര്യന്റെ തോളിൽ സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ. ഐശ്വര്യ ഒരു മിനിറ്റ് ഇത് ഈ ഐശ്വര്യാണ് ഐശ്വര്യ ഗുരുവായൂരിനാണ് കേട്ടോ. ഞങ്ങൾക്ക് പ്രണയിക്കാൻ പറ്റുള്ളേ. വൺ സെക്കൻഡ്. പാറു ട്രിവാൻഡ്രം ആണോ? ഞാൻ ട്രിവാൻഡ്രം. വർക്കലയാ. എവിടെ? വർക്കല. വർക്കല. ഞാൻ ട്രിവാൻഡ്രം ആയത് ചോദിച്ചതാ. ട്രിവാൻഡ്രത്ത് എവിടെ? പേയാട് അറിയോ? ഗുരുവായൂരേ വളരെ ഉമ്മ ഇവിടെ ഒന്നുമില്ല. ഉമ്മ എനിക്കിവിടെ 100 കിട്ടി, എനിക്കിവിടെ 100 കിട്ടി. നിനക്ക് പറഞ്ഞിരിക്കുള്ളൂ അല്ല ഐശുക്കുട്ടി? ഇന്നരം വരെ എന്റെ പാറ എനിക്കൊന്നും തന്നില്ല. ഇവിടെ ബാക്കിലും കിട്ടി, ഡയറക്റ്റും കിട്ടി. ഞാൻ കഷ്ടപ്പെട്ട് പറയും എനിക്ക് സാധനം കിട്ടി, ഞാൻ പോവാ. അല്ല ഞാൻ ഉമ്മ അല്ലടാ പ്രവി ഞാൻ ഉമ്മ സ്റ്റോറി വെച്ചേക്കുക, സേവ് ചെയ്ത് വെച്ചേക്ക. കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തിട്ടുക പോവില്ല. എന്നെ കറിയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് ഓരോന്നും ടൈപ്പ് ഒരിസയുടെ പാട്ട് കേൾക്കണമെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിസ വരില്ല. ഞാൻ തന്നാ മതിയോ? എടി ഐശുക്കുട്ടി നീ എല്ലാവർക്കും ഉപ്പ് കൊടുക്കാൻ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുക, ഐശു എല്ലാവർക്കും ഉപ്പ് കൊടുക്കാൻ പറയും. ഞാൻ തന്നെ നിനക്ക് ഇനി ഉമ്മ സ്റ്റോക്ക് കൊണ്ട് ഇരിക്കുക. അല്ല നിനക്ക് ഉമ്മ സ്റ്റോക്ക് കൊണ്ട് ഇരിക്കുക. നീ എല്ലാവർക്കും കൊടുക്കണ്ട, എനിക്ക് തന്നാൽ മതി. എനിക്ക് ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുക, പക്ഷെ എന്നെ ഇംപ്രസ് ചെയ്താലേ തരത്തുള്ളൂ. എങ്ങനെ ഇംപ്രസ് ചെയ്യട്ടെ? കമോൺ, അടുത്ത പാട്ട്. മറ്റേ എടാ പ്രവി, നമുക്ക് ഒരു ഫൈറ്റ്. തീപ്പൊരി പൊമ്പൊരു പറത്തി ഐശ്വര്യം ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജിമ്മിലൊക്കെ
നീ തന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചാൽ മതി. ഞാൻ എന്റെ പാറുവിനെ മാത്രം ഇമ്പ്രസ് ചെയ്യിച്ചു. നീ ഇതിന്റെ പാറുവിനെ കൊണ്ട് മാറിയാ മാത്രം ദേവ നമുക്കൊന്നും അറിയില്ല. അവൻ പാവനെ ഐശു ഐശു നമുക്ക് പോയാടി. ഞാൻ എന്റെ ഐശു കൂടെ ഒരു പഴംപൊരി ചായ കഴിക്കാം. വണ്ടി കയറി ഞങ്ങൾ ബുള്ളറ്റി പയ്യെ പോയിട്ട് വരാം. സത്യം പറഞ്ഞ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ ചുമ്മാ കയറിയപ്പോഴും നിന്റെ പേജ് കണ്ടത്. അങ്ങനെ കയറിയപ്പോഴും അപ്പോഴും ഞാൻ മോനെ പ്രവി അന്നും ഇന്നും എടാ പ്രവി ഞാൻ സ്വയം പൊക്കിപ്പോണെന്നല്ല, നിനക്കറിയാലോ. അന്നൊന്നും പല പെൺകുട്ടികളും എന്റെ പേജ്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എന്റെ പേജാണ് രക്ഷപ്പെട്ടിട്ടുണ്ട്. നിനക്കറിയാം എത്ര പേര് ഇവിടെ സെറ്റായിട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് കല്യാണം വരെ കഴിച്ചു പോയിട്ടുണ്ട് എന്റെ പേജിൽ. നിനക്കറിയാം എന്തോരം ആൾക്കാർ പോയിട്ടുണ്ട്. കല്യാണം വരെ കഴിച്ചിട്ടുണ്ട് എന്റെ പേജിൽ. ഇല്ല പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാവരും അപ്പൊ എന്റെ കൂടെ പോയി രക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കാര്യത്തില് ഐ ലവ് യു ആയിരിക്കും. ഞാനൊരു പാട്ട് പാടിത്തരാന്ന് പറയുമായിരുന്നു. ഓക്കെ, പാട്ട് മാത്രമുള്ളൂ. എടുത്ത് കാണാം. ഞാൻ കളഞ്ഞു. ഓക്കെ പാടി. എന്നാ പാട്. എന്റെ പാവ എനിക്ക് വേണ്ടി പാടുകയാണെന്ന് പറഞ്ഞു. അതെങ്കിലും കേട്ടല്ലോ. എന്നാ പാട് കേട്ടിട്ടാലോ. മ്യൂട്ടാക്കി വേ, എന്നാലേ പാടുള്ളൂ. ഓക്കെ പാട്ട്. ഓരോ നോട്ട് പാടും ഒരു പാട്ട് കൊണ്ടുവരവേക്കാം. പാതി ചാരി ഒരു വാതിലിൻ്റെ അഴിയോരം നീവിളക്കിനൊഴി നീട്ടി നിൽക്കുമൊരു നെല്ലെ ഇനി കിഴി ഉറങ്ങട്ടെ ഞാൻ നിന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനി തൊഴി നനയട്ടെ ഞാൻ നീയില്ലാതെ നിഴലോർമകേ ഇന്നാളും നിന്നാളും ഇന്താണി കന്യ പരിഭവം മറ്റാരും കാണാ കൗതുകം തൊട്ടൊരു വീരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി മുല്ലമൂടി ചുരുളിൽ മുകിലായി മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി ഇന്നാളും നിന്നാളും ഇന്താണി കന്യ പരിഭവം മറ്റാരും കാണാ കൗതുകം. മതിയോ പ്രവീൺ ചേട്ടാ? ഓ മതി ധാരാളം. ആയിക്കോട്ടെ. അയ്യോ ചൂട്. നിന്റെ പൊന്ന് ഡാഗിനി നീ ഇങ്ങനെ പാടല്ലേ. ഞാൻ പഴയതിലേക്കൊക്കെ ഓടിപ്പോയി. ലാസ്റ്റിലേക്ക് വരുമ്പോ നിന്നെ ആർക്കും നിന്നെ എനിക്ക് വേണം. എടാ എന്റെ ഐശു നിനക്ക് ഞാനില്ലേ. ഇനി ആർജമോട്ടാണ് ഇറങ്ങി കയറും. നീ പാട്ട് പാടുന്നില്ല. ഞാൻ താഴ്ത്ത് കമന്റ് ഇട്ടുണ്ട്. ഞാൻ പാറുവിന് ഞാൻ പ്രപ്പോസ് ചെയ്തോണ്ട്. എടാ പണ്ട് ഞാനതൊരു കമന്റിന്റെ പേരിലാട്ടോ ആർദ്ര 3 ദിവസം കയറി ഞാൻ കുക്ക് ചെയ്തിരുന്നു. നോക്കിക്കണ്ടെങ്കിൽ ഇടും. ഇത് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ കുഴപ്പമില്ല. പ്രപ്പോസ് ചെയ്തോ. ഇതില് പാറു വീഴും. ഐശ്വര്യ മൈ ഐശ്വര്യക്കം. അടുത്തത് താഴെ വേറെ ഒരെണ്ണം മൈ ഐശ്വര്യക്കം. ഓക്കെ, ഞാന് കൊള്ളൂല്ലെങ്കിൽ ഞാന് ഇതുവരെ പാടിയിട്ടില്ല. ഞാനൊരു പാട്ട് ട്രൈ ചെയ്യുകയാണ്. ഐശുവിന് വേണ്ടി തന്നെ റെക്കമെൻഡ് ചെയ്തേക്കാം. ഇത് ഫസ്റ്റ് ടൈം ആണ് പാടുന്നത്. തെറ്റുകളുണ്ടാവും. ഐശുവിന് വേണ്ടി ഐശു കുട്ടി. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാ പാടുന്നത്. അതുകൊണ്ട്
ഇപ്പോൾ ഒരു പ്രത്യേകത ഫസ്റ്റ് ടൈം ആണെന്നാണ്, തെറ്റുകൾ വരും, വരികൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും പരമിനിയും എന്തിനു നിന്നു കളിയും എന്നിഴലായി തുണയായി നിന്നരികിൽ ഞാനുണ്ടല്ലോ. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി നീയുറങ്ങുവോളമെന്ന് ഞാനുറങ്ങിയുള്ളല്ലോ. നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ. കസ്തൂരിമാനെ തേടുന്നതാരിനി നിന്നിലെ ഗന്ധം തേടുന്നതെങ്ങനെ. ഓമലേ കൺതുറക്കൂ എന്നോമലേ കൺതുറക്കൂ. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും പരമിനിയും എന്തിനു നിന്നോവു കളിയും എന്നും നിന്നിടലായി തുണയായി നരികിൽ ഞാനുണ്ടല്ലോ. കഴിഞ്ഞ് എല്ലാവരും എണീറ്റോ. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ തിരിച്ച് എണീറ്റ് വരേണ്ടതാണ്. സൗണ്ട് ആളുറങ്ങി ഞങ്ങൾ പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നാടാ. സാരില്ല, ക്ഷമിക്കണം. ഞാൻ താഴത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ബാക്കി അതിനൊന്ന് റിപ്ലൈ തരും. അതെ, അപ്പൊ എല്ലാരും അല്ല ഇവിടെ എല്ലാരും പ്രപ്പോസ് ചെയ്യാൻ ആക്കാറുണ്ട്, എന്നെ മാത്രം ആർക്കും വേണ്ട. അല്ലെങ്കിൽ ഐ ലവ് യു മാൻ. അല്ല പാറുവിന് ഇത് പറഞ്ഞില്ല, ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് പാറുവിന് ഇത് വന്നില്ല. എടാ നിന്റെ ഐ ലവ് യു മനസ്സിലായി, കേട്ടു. ഐ ലവ് യു ടു ഞാൻ പറഞ്ഞല്ലോ, ഐ ലവ് യു ടു ഞാൻ പറഞ്ഞു, അത് കേട്ടില്ലേ? എന്നോട് ആദ്യം തൊട്ടുള്ള ഇഷ്ടം അതല്ല ആദ്യമായിട്ട് എന്നോട് ഒരാൾ ഐ ലവ് യു അറിയില്ല, എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എന്റെ ജീവിതത്തിൽ ആരും ഇഷ്ടം പറഞ്ഞിട്ടില്ല, എന്റെ അമ്മ അല്ലാതെ. ഇതാണ് നമ്മൾ ജയിച്ചു ദേവ, നമ്മൾ ജയിച്ചു. എടാ പഴയ കഥ, ഇത് പുതിയ ഹലോ അത് പഴയ. അപ്പൊ അവരെന്ത് നിന്റെ അടുത്ത് പറഞ്ഞില്ല നിന്നെ ഇഷ്ടമാണെന്ന്? നീ വെറുതെ പിന്നെ നടന്നതാ? അല്ല, അവര് പറഞ്ഞ ഇഷ്ടം പറഞ്ഞു, എനിക്ക് അവർ ഇഷ്ടം പറഞ്ഞില്ല. ആ കൊറേ പേര് ഇഷ്ടം പറഞ്ഞില്ലേ. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എന്നെ മതി, എന്ത് ചെയ്യാന്ന് വെച്ചു. ആ നീ അല്ലപ്പോ കുറച്ചു നേരത്തെ പറഞ്ഞു നിന്റെ അമ്മ മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മ മാത്രം ഇഷ്ടമെന്ന് പറഞ്ഞോളൂ, ബാക്കിയുള്ളവർ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവർ കല്യാണം കഴിക്കാൻ പറഞ്ഞു, അമ്മ മാത്രം ഇഷ്ടം പറഞ്ഞു. പ്രവി, നിന്റെ ഞാൻ മര്യാദയ്ക്ക് ആദ്യമേ ഞാൻ ഇംപ്രഷന് കഴിയുമ്പോ നിനക്ക് കുരുവായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഹൃദയം ദേവിക്ക് കൊടുത്തുപോയി. അതെ, ഇത് തരില്ല, ഹൃദയം ആർക്കും കൊടുക്കില്ല. ഐശ്വര്യ ഞാൻ പേടിച്ചു പോയി. എടാ നാളെ മുതൽ എന്റെ അല്ലല്ല നാളെ മുതൽ അല്ലടാ പ്രവി, നാളെ മുതൽ എന്റെ പേജിന്റെ തൊട്ട് സൈഡില് ബ്രാക്കറ്റിൽ അയച്ചു ഒന്നും കൂടി ഉണ്ടാവും. ദേവു നിന്റെ നമ്പർ ഞാൻ തരാം, ഒന്നും വേണോ ഈശ്വര. ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. എനിക്ക് നമ്പർ നമ്പർ തന്നെ ഈ സെക്കൻഡ് ഞാൻ സേവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് തരാം. എന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും ആദ്യം. എന്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് ആക്കാം ആദ്യം. എനിക്ക് അറിയത്തില്ല. എന്റെ മോന്ത കണ്ട, എന്റെ മോളില്
അതിൽ തൊട്. ആ accept വന്ന് അത്രേ ഉള്ളൂ. ബൈ. ഇതൊന്നും അറിയാനാണോ കൊച്ചു വന്നേക്കുന്നേ? എന്താ ഞാൻ എന്റെ ഫസ്റ്റ് ടൈമാ ഈ ഒരു ഗ്രൂപ്പില്. ആ എങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ആരും മ്യൂട്ട് ചെയ്തേ, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പഴയ ആൾക്കാർ മിണ്ടരുത്. ഞാൻ പോവാണ്. ഇത് ഞാൻ മ്യൂട്ട് ചെയ്യാനല്ലോ ഒന്നില്ല. അവിടെ ഇരി അവിടെ. ഐഷു, ഇത് ഒരു ഫ്രണ്ട് ഹബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫണ്ണിന്ന് മാറി നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു ഡേറ്റിംഗ് ആപ്പ് ആണ്. പക്ഷെ ഡേറ്റ് ചെയ്യണവർക്ക് ഡേറ്റ് ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് വേണ്ടവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആക്കാം, എന്ത് വേണേലും ആവാം. മനസ്സിലായോ? നമ്മൾ എന്ത് വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇത് ഫണ്ണല്ല അപ്പൊ ഇതിന് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാനടക്കം ഇരിക്കുന്ന ആൾക്കാരെ ആരും ഓവർ ട്രസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഒരിക്കലും എന്നെ ട്രസ്റ്റ് ഞാൻ പറയില്ല. നമ്മൾ ഇതെന്ന് പറയുന്നത് ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന ആൾക്കാരാണ് ഇവിടെ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഫേക്ക് ആണെന്ന് ഞാൻ പറയില്ല, എല്ലാവരും ജെന്യുവിൻ ആണെന്ന് ഞാൻ പറയില്ല. മനസ്സിലായോ? അപ്പൊ നമ്മള് സ്വയം മിണ്ടാണ്ടിരിയടി അവിടെ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ പക്ഷെ പുതിയതാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിക്കൊക്കെ അറിയാം. പിന്നെ ഒരുപാട് സ്കാമുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ സ്വയം മനസ്സിലാക്കി ഇവിടെ നിൽക്കുക. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ പേടിക്കാനോ നിർത്തിപ്പോകാനല്ല പറയുന്നത്. ഇത് ആയിരിക്കൂടെ വേണ്ടിയിട്ടാണ്, പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത ഒരാളാണ്. 4 കൊല്ലം ഇവിടെ പോയി, 4 കൊല്ലം കൊണ്ട് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പം അത് ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ജസ്റ്റ് വരിക, സംസാരിക്കുക. ഓക്കെ ആണെന്ന് തോന്നുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് മിണ്ടാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാളുണ്ടാവും, അയാളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് കുഴപ്പമൊന്നും. ഇപ്പൊ ഞാൻ ഐശ്വര്യ സാക്കൊക്കെ നല്ല കമ്പനിയാണ്, പേഴ്സണലി കമ്പനിയുള്ള ആൾക്കാരാണ്. നമ്മുടെ സെൽഫ് റിസ്ക് കൊണ്ടായിരിക്കണം ആ ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായോ? ഇപ്പൊ നാളെ ഇതുകൊണ്ടൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. അത് ഏത് കേസായിക്കോട്ടെ. ഈ പേജ് എന്റെ പേജ് എന്നല്ല, ഇവിടെയുള്ള ഏത് പേജിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു തരിക. മിക്കവരും പറഞ്ഞു തരാറില്ല. ഞാൻ പണ്ട് പോലെ പറഞ്ഞു കൊടുക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. അത് ഡാവിനിക്കൂടെ വേണ്ടിയിട്ടാണ്, ആവശ്യം വേണ്ടിയിട്ടാണ്. നമ്മുടെ ട്രസ്റ്റ് നമ്മുടെ കയ്യിൽ, നമ്മുടെ പവർ നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മുടെ പവർ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ആരെ അനുവദിക്കില്ല ഇതിന്റെ അകത്ത്. മനസ്സിലായോ? ഞാനത് ഏത് രീതിയിൽ പറഞ്ഞെന്ന് മനസ്സിലായാലും ആ രീതിയിൽ എടുക്കുക. പിന്നെ ഇപ്പൊ പോലെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതാത് പേജിലിരിക്കുന്ന RJസിനോട് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് നിൽക്കുക. നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒരുപാടുണ്ട്. ഈ പേജ് റെക്കോർഡഡ് ആണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നല്ല പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ എഴുതിയ പേജുകളും ഫ്രണ്ട് ആപ്പിന്റെ ഹെഡ് ഓഫീസിൽ റെക്കോർഡാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും റെക്കോർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി ഉണ്ട്. സൈബർ സെല്ലുമായിട്ട് കണക്റ്റഡുമാണ്. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. നമ്മുടെ സേഫ്റ്റി നമ്മുടെ വരിക, സംസാരിക്കുക, എന്റർടൈൻ ചെയ്യുക, പാട്ട് പാടാം, പാട്ട് പാടിയിട്ട് പോവുക. അതിനപ്പുറത്തേക്ക് ആരോടും, അത് ഈവൻ എൻ്റെ അടുത്ത് പോലും ഞാൻ ഫേക്ക് ആണെന്നോ നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നീ സ്വയം മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്നെ കൂടെ കൂട്ടിയേ പറയുന്നു. ഒരാളെയും ഓപ്പൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ വരുന്നത് എന്തിനാണ്? ജസ്റ്റ് സംസാരിക്കാം, ജസ്റ്റ് ഒന്ന് എന്റർടൈൻ ചെയ്യുക, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ പ്രഷർ ഇറക്കി വെക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് അഡിക്ഷൻ ആവാതിരിക്കുക. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഐശ്വര്യക്കൊക്കെ അറിയാം. ജസ്റ്റ് വരാൻ പോവാന്നല്ലാതെ. പ്രവി കയറുക. അപ്പൊ അത് കഴിഞ്ഞു. ഞാൻ മൊത്തത്തിൽ വേണ്ടിയിട്ടാണ്, ഒരാൾക്ക് വേണ്ടിയല്ല പറഞ്ഞിട്ടുണ്ട്. ഡാഗിക്ക് വേണ്ടിയിട്ടാണ്. ഡാഗി ശ്രദ്ധിക്കുക, ഗേൾസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനങ്ങൾ നല്ലവർ, ഞാൻ അടക്കമാണെന്ന് നല്ലതല്ല ഇതിന്റെ അകത്ത്. അഭിപ്രായം പറയും. അല്ല ഞാൻ അതെ അതെ. അപ്പൊ ഇനി നമുക്ക് തിരിച്ച് സീരിയസ് തമാശയിലേക്ക് വരാം. പിന്നെ നമ്മൾ തമാശയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ വിടുക. ഓക്കെ. ആ പ്രവി പറയൂ, നിനക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ, തോന്നിക്കോ. പറഞ്ഞോ. ഐശ്വര്യ നിന്നോട് വാട്സാപ്പ് നമ്പർ ചോദിച്ചു. അപ്പൊ നീ അവളോട് പറഞ്ഞാൽ മതി. ദാഗിനിക്കുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ പറഞ്ഞത് ഐശ്വര്യ, ഞാൻ മൊത്തത്തിലാ പറഞ്ഞ വാട്സാപ്പ് നമ്പറിന്റെ അല്ല. ഇപ്പൊ അത് വേറെ, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ അവളോട് ചോദിക്കാൻ പോണില്ല, അവർക്ക് തന്നെ തരാനില്ല. നിന്നോട് കൂടിയായിരുന്നു അതെ പറയൂ. എടാ മോനെ പ്രവി, എടാ എന്റെ പേജ് വരുന്ന എന്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയും, നീ ഏതാടാ ഏട്ടാവളിയാ? നമ്പർ ഇപ്പൊ പബ്ലിക്കലി പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, നോ പ്രോബ്ലം. മാത്രമേ ഉള്ളൂ. അതല്ല, അതൊക്കെ പേഴ്സണൽ ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ഇപ്പൊ ഇതോടുകൂടി ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് നിർത്താം. ഇത് ഇവിടെ മാത്രമല്ല നീ പറയുന്നത്, അല്ലാത്ത എല്ലാ പേജിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. നമ്പർ കൊടുക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. കാരണം ഞങ്ങൾ ആരും നമ്പർ കൊടുക്കാത്തവരല്ല. ഇപ്പോഴും പറയുന്ന ഈ ഐശ്വര്യന്റെ നമ്പർ ഉണ്ട്, സാക്കിന്റെ നമ്പർ എൻ്റെ ഉണ്ട്. പക്ഷേ ആ നമ്പർ നമ്മൾ കൊടുക്കാൻ നമുക്ക് തോന്നണം ഇയാൾ ഓക്കെയാണ്, ഇയാൾ എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇയാൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നോട് തെറ്റൊന്നുമില്ല. ഒരു ഡേറ്റിംഗ് ആപ്പാണ്, 100% ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇത് വെച്ചിട്ട്
ഈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫ്രണ്ട് ആപ്പ് എന്ന് പുറത്ത് വിട്ടേക്കുന്നത്. പക്ഷെ ഇത് ബാക്ക് എൻഡിൽ ഇത് ഡേറ്റിംഗ് ആപ്പാണ്. ഇതിൽ നിന്ന് ഒരുപാട് പേര് കമ്മിറ്റഡ് ആയി പോയവരുണ്ട്, കല്യാണം കഴിച്ചവരും ഉണ്ട്, പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവരും ഉണ്ട്. അത് എങ്ങനെ സെലക്ട് ചെയ്യണം, ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് നമ്മുടെ നീ ഇഷ്ടമാണ്. മുൻകൈ എടുത്ത് എന്റെ പാറിന്റെ കാര്യം നീ നടത്തി തരണം. അപ്പ ഇവ കുറച്ചു നേരം ഞാൻ പെക്കുച്ചിട്ട് നേരത്തെ തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ മിക്കവാറും. അപ്പൊ അങ്ങനെയാണ്. സോ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എന്റെ പ്രവിക്കൂട്ടിന് വേണ്ടി ഒരു പാട്ട്, പ്രവി നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടിയില്ലല്ലോ എന്റെ പ്രവിക്ക് വേണ്ടി. ഇനി അതും ഞങ്ങൾ സഹിക്കണം. വേണ്ടല്ലോ, വേണ്ട അവന് വേണ്ടെങ്കിൽ പാടുന്നില്ല. എന്റെ പ്രവിക്ക് വേണ്ടി ഒന്ന് പാടിയില്ലല്ലോ. നീ പാടുമുട്ടെ നിന്റെ ഓക്കെ, ശരി ശരി. ഞാൻ പ്രവിക്ക് വേണ്ടി എന്നെ തള്ളടമാവാനൂല മണ്ണിലടിയും വാരെ നബൂല നെഞ്ചിൽ തിരളും താളം നസുരഗാനം താളത്തിൽ ഗാനക്കൂട്ടിൻ നസുരഗാനം ജീവിതം ഒരു മരണമാസ് ഞാനത് കൊലമാസ് എന്നെ തള്ളടമാവാനൂല ഇതെന്റെ പ്രതിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം എടുക്കിട്ട് എങ്ങനെണ്ടാ? ആയിക്കോട്ടെ, സ്വീകരിച്ചിരിക്കുന്നു. കൊള്ളാം. ഇതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല നിന്നെ ഞങ്ങൾ സഹിക്കല്ലേ. അപ്പൊ ഈ പാട്ട് ഞങ്ങൾ സഹിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ദേവിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കോട്ടെ? പാടിക്കോട്ടേന്നോ? പാട്, എന്തിനു ചോദിക്കുന്നേ? ഞാൻ ഈ പാട്ട് എന്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ ഇതിൽ പാടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പാടുന്നത്. നമ്മുടെ പേജല്ലേ നിന്റെ എന്റെ കൂടെ പിച്ച വച്ച നാൾ മുതൽ കോനി എന്റെ സ്വന്തം സ്വന്തമാ.